അപ്പോൾ ഈ ഡിവൈസുകൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നത് അറിയാത്ത ആളുകളുടെ കയ്യിൽ ഡിവൈസുകൾ വന്നതാണ് പുതിയ കാലത്തുള്ള പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. മക്കളെല്ലാവരും കൂടെ പെരുന്നാൾക്ക് വല്യമ്മാനെ കാണാൻ ചെന്നാലും പേര് വല്യമ്മാനെ കാണാൻ ചെന്നതാണെന്നാണ് പറയുക. പക്ഷെ എല്ലാവരും ഓരോ മൂലയിൽ ഇതിങ്ങനെ തോണ്ടുകയാണ്. അപ്പോൾ വല്യമ്മാനെ കാണാൻ വന്നതാണെന്ന് ആ പേരിലാണ് വന്നത്. പക്ഷേ ഓരോരുത്തരും കയ്യിൽ മൊബൈൽ പിടിച്ചിങ്ങനെ തോണ്ടുന്നുണ്ടാവും. ആ വല്യമ്മയായിരിക്കും ഇപ്പോൾ അതിലെന്തോ തോണ്ടിയിട്ട് എനിക്കെന്തോ കൊണ്ടുവരാനാണ്, അല്ലെങ്കിൽ എന്നോടെന്തോ പറയാൻ വേണ്ടി എന്തോ കണ്ടെത്താനാണെന്നൊക്കെ തോന്നും. ഒരു 2 ദിവസം നിൽക്കാൻ വന്നാൽ 2 ദിവസം ഫുള്ള് ഇവരതിൽ തോണ്ടൽ തന്നെ, വേറെ പണിയൊന്നുമില്ല. ആ രീതിയിലേക്ക് ഡിവൈസുകൾ നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ വല്ലാതെ താളം തെറ്റിച്ചിട്ടുണ്ട്. അത് ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞിട്ടില്ല. 2-3 പ്രധാനപ്പെട്ട അപകടങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അത് ഈ കുടുംബത്തിലുള്ള ആളുകളും കൂടെ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം കഴിഞ്ഞ കുറേ കാലമായി 15 വർഷത്തോളമായി കൺസൾട്ടിങ് മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഓരോ ദിവസവും ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ ധാരാളം വരും. മൊബൈൽ റിലേറ്റഡ് ആയിട്ടുള്ള കേസുകൾ ധാരാളം വരും. അപ്പോൾ 1-2 ഉദാഹരണങ്ങൾ ഞാൻ പറയാം, ശ്രദ്ധിക്കാൻ വേണ്ടി പറയാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരൊക്കെ നന്നായി ശ്രദ്ധിക്കണം. കാരണം നഷ്ടപ്പെട്ടു പോകുന്നത് എല്ലാം കൊണ്ടും നമുക്ക് ഏതൊക്കെയോ ഉന്നതമായ മേഖലയിൽ എത്തിക്കാമായിരുന്ന നമ്മുടെ മക്കളെയാണ് പലപ്പോഴും നമ്മുടെ അശ്രദ്ധ കാരണം നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ ഒരു സ്ഥലത്തുനിന്ന് കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു, ഞങ്ങളുടെ മോന് ഭയങ്കര വയലൻ്റാണെന്ന് പറഞ്ഞു. വയലൻ്റ് എന്ന് പറഞ്ഞാൽ അക്രമാസക്തനായി മാറുന്നു, അടിപിടി ബഹളം ഉണ്ടാക്കുന്നു എന്നാണ്, കച്ചറ ഉണ്ടാക്കുന്നു. എത്ര വയസ്സ്? 15 വയസ്സ്. എന്താണ് വിഷയം? ഫോണ് കൊടുക്കാത്തതിൻ്റെ പേരിലാണ്. അപ്പോൾ ഈ ഫോണ് കൊടുക്കാത്തതിൻ്റെ പേരിൽ ഒരു 15 വയസ്സുള്ള കുട്ടി ഉമ്മാനെ തല്ലുക, ഗ്ലാസുകൾ എറിഞ്ഞ് പൊട്ടിക്കുക, പ്ലേറ്റുകൾ എറിഞ്ഞ് പൊട്ടിക്കുക, അതോ മൊബൈൽ എറിഞ്ഞ് പൊട്ടിക്കുക, ഇങ്ങനെയുള്ള ഒരു വയലൻസിലേക്ക് കുട്ടി എത്തിയിരിക്കുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ഈ വയലൻസ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഡ്രഗിന് അഡിക്റ്റഡ് ആയ ഒരാൾ, മയക്കുമരുന്നിന് അഡിക്റ്റഡ് ആയ ഒരാൾ, ആ മയക്കുമരുന്നിന് അഡിക്റ്റഡ് ആയ വ്യക്തിക്ക് മയക്കുമരുന്ന് അദ്ദേഹം സ്ഥിരമായി കഴിക്കുന്ന സമയത്ത് അത് കിട്ടിയിട്ടില്ലെങ്കിൽ അതിൻ്റേതായ ഈ ചില വിട്രോവൽ ഇഷ്യൂസ് ആ വ്യക്തി നേരിടും. അയാൾക്ക് വല്ലാത്ത അസ്വസ്ഥത, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇടിച്ച് തകർത്ത് തരിപ്പണമാകും. അതേ അവസ്ഥയാണ് മൊബൈൽ കിട്ടിയിട്ടില്ലെങ്കിൽ ആ സമയത്ത് ഈ കുട്ടികളിൽ ഉണ്ടാകുന്നത്. എന്ന് പറഞ്ഞാൽ ഒരാൾ മദ്യം കഴിച്ചിട്ട് അതിനടിമപ്പെട്ട് കഴിഞ്ഞാൽ ഏത് ഹോസ്പിറ്റലിലാണോ അഡ്മിറ്റ് ചെയ്യേണ്ടത്, ഡി അഡിക്റ്റ് ചെയ്യേണ്ടത്, അതേ ഹോസ്പിറ്റലിൽ മൊബൈലിന് അഡിക്റ്റായ കുട്ടിയെ ഡി അഡിക്റ്റ് ചെയ്യണം. അങ്ങനെയുള്ളൊരു കാലം നമ്മുടെ കുട്ടികളിൽ നമ്മളൊന്ന് കാണുന്നുണ്ട്. അത് വല്ലാത്തൊരവസ്ഥയാണ്. കാരണം ഈ കുട്ടി പഠിച്ചിട്ട് വല്ല നല്ല എഞ്ചിനീയറോ നല്ല ഡോക്ടറോ അല്ലെങ്കിൽ നല്ല പണ്ഡിതന്മാരോ ഹാഫിളീങ്ങളോ അല്ലെങ്കിൽ നല്ല സിഎക്കാരോ നല്ല ബിസിനസ്സുകാരോ ഒക്കെ ആയി മാറേണ്ട മക്കളായിരുന്നു അവർ. ആ മക്കളെ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് എന്നത് മുതിർന്നവരായ നമുക്കറിയാത്തത് കൊണ്ട് ആ കുട്ടികളെ ചെറിയ പ്രായം മുതൽ ഇപ്പോൾ ആ ഒരു അവസ്ഥയിലായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ഉമ്മമാർ എന്നോട് പ്രധാനമായും പറയുന്ന 2 കാരണങ്ങളാണ് കുട്ടികൾ മൊബൈലിന് അഡിക്റ്റഡ് ആവാൻ. 2 കാരണങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തെ കാരണം പറയുന്നത് കൊറോണയുടെ സമയത്ത് അഡിക്റ്റഡ് ആയതാണെന്ന്. അതാണ് കാരണം പറയുന്നത്. അപ്പോൾ ഈ കൊറോണ എന്ന് പറയുന്നൊരു സംഭവം നമ്മുടെ നാട്ടിൽ നിന്ന് പോയിട്ട് തന്നെ 2 വർഷം അതിലപ്പുറം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ ആ പാവപ്പെട്ട കൊറോണയെ കുറ്റം പറഞ്ഞിട്ട് കുട്ടികൾ മൊബൈൽ എടുക്കുന്നതിന് പറയേണ്ടതുണ്ടോ? ഒന്ന്. രണ്ടാമതായിട്ട് ഇവർ കാരണം പറയുന്നത് എല്ലാവർക്കും ഉണ്ട്, ഓൻ്റെ ക്ലാസ്സിൽ എല്ലാവർക്കും ഉണ്ട്, അല്ലെങ്കിൽ ഓളുടെ ക്ലാസ്സിൽ എല്ലാവർക്കും ഉണ്ട്, പിന്നെ എൻ്റെ കുട്ടിക്ക് മാത്രം മൊബൈൽ ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ ഓൾ അതും പറഞ്ഞിട്ട് കച്ചറ ഉണ്ടാക്കുകയാണെന്ന് പറയാം. അപ്പോൾ ഒരു വിഷയം കൊടുക്കുന്നതും കൊടുക്കാതിരിക്കുന്നതും കുറേ ആൾക്കാർ ചെയ്യുന്നുണ്ടോ അല്ലേ നോക്കിയിട്ടാണോ? ചെയ്യേണ്ടതാണെങ്കിൽ ആരും ചെയ്തിട്ടില്ലെങ്കിലും ചെയ്തു കൊടുക്കണോ? ചെയ്യേണ്ടതല്ലെങ്കിൽ എല്ലാവരും ചെയ്താലും ചെയ്തു കൊടുക്കാൻ പാടില്ല. അതിലൊരു ഉറച്ച നിലപാട് ഈ ഉമ്മാക്കും പാപ്പാക്കും ഉണ്ടാവണ്ടേ? ഇതിന് കുറേ വിഷയങ്ങളുണ്ട്. ഞാൻ അത് മാത്രം കുറേ പറയാനുണ്ടാവും. നമ്മുടെ കുട്ടികൾക്ക് പുതിയ കാലത്ത് ഈ ഇമാജിനേഷൻ കപ്പാസിറ്റി ഒന്നും വളരുന്നില്ല. കാരണം അവർ മൊത്തം ഈ ഗെയിമിൽ അഡിക്റ്റഡാണ്. മൊബൈൽ എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ഒരുപാട് വിഷയങ്ങൾ വേറെ വരുന്നുണ്ട്. ഇപ്പോൾ ചെറിയ കുട്ടികൾ ഭക്ഷണം, ഇപ്പോൾ ഉമ്മമാർ പണ്ടൊക്കെ പറയും ഭക്ഷണം കഴിക്കുന്നില്ല എന്നുള്ള പരാതി ഇപ്പോൾ പറയുന്നില്ല. കാരണം ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഇപ്പോൾ ശരിക്കും ഭക്ഷണം കഴിക്കല്ല, മൊബൈൽ കാണുകയാണ്. അത് പെണ്ണുങ്ങൾക്ക് മനസ്സിലാവും. കുറച്ച് മുമ്പൊക്കെ പറഞ്ഞിരുന്നൊരു പരാതിയായിരുന്നു, എൻ്റെ കുട്ടി ഭക്ഷണം കഴിക്കണില്ല. ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നില്ല പരാതി പറയുന്നില്ല. എന്താ കാരണം? ഇതൊരു ഭാഗത്ത് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്, ഇത് കൈ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇതൊന്നും നിർത്തൂല, ഭക്ഷണം കഴിക്കുന്നത് നിർത്തൂല. കാരണം എന്താ? ഭക്ഷണം കഴിക്കുന്നത് നിർത്തി കഴിഞ്ഞാൽ മൊബൈൽ പോകും. അപ്പം മൊബൈൽ പോവാതിരിക്കാൻ വേണ്ടി അവൻ എത്ര വേണമെങ്കിലും കഴിക്കും. അപ്പോൾ ഈ കുട്ടി ഭക്ഷണം കഴിക്കുന്നതിന് കുറേ മര്യാദകളുണ്ട്. അതിനെ ടേസ്റ്റ് അറിഞ്ഞ് അതിൽ ലയിച്ച് ഒരു ശുക്രോട് കൂടെ എന്താണ് ചവച്ചരച്ച് അങ്ങനെ കുറേ കാര്യങ്ങൾ അതിനുണ്ട്. അതൊന്നുമില്ല. ഇവൻ മൊബൈൽ കയ്യിൽ നിന്ന് പോകുമെന്ന് മനസ്സിലാക്കിയിട്ട് പിന്നെ കുറേ കഴിക്കുക. വയറ് നിറയുന്നതൊന്നും കുട്ടി അറിയുന്നേ ഇല്ല. അല്ലെങ്കിൽ തന്നെ നിറക്കാൻ പാടില്ലാത്ത ഒരു സംഭവമാണ് ഈ വയറെന്ന് പറയുന്നത്. ഈ നമ്മുടെ ഇതില്ലേ, അത് നിറക്കാൻ പാടില്ല. നിറച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ഈ ആധുനിക കാലഘട്ടത്തിൽ
ആധുനിക കാലഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ധാരാളം പഠനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് കുറേ രോഗികളുണ്ടാകുന്നത്? എത്ര രോഗികളാണ് ഓരോ കുടുംബത്തിലും? ഓരോ കുടുംബത്തിലല്ല, ഓരോ വീട്ടിൽ രോഗികളാണ്. ഓരോ വീട്ടിൽ മാത്രമല്ല, ഓരോ റൂമിൽ രോഗികളാണ്. ഓരോ റൂമിലും തന്നെ ഓരോ ആളുടെയും കാലിൻ്റെ അവിടെ ഒരു രോഗം, ഇപ്പുറത്ത് വേറെ രോഗം, തലൻ്റെ അവിടെ ഒരു മൈഗ്രൈൻ്റെ വേറെ രോഗം, കാലിന് വേറെ രോഗം, അവിടെ യൂറിക് ആസിഡിൻ്റെ പ്രശ്നം, എല്ലാവർക്കും ഓരോരോരോ പ്രശ്നങ്ങളാണ്. പണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ മുഖൗഖിസ് എന്ന് പറയുന്ന ഒരു രാജാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കുറേ സമ്മാനങ്ങൾ കൊടുത്തയച്ചു. കൂട്ടത്തിൽ ഒരു ഡോക്ടറെയും പറഞ്ഞയച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാട്ടിലുള്ള രോഗികളെയൊക്കെ ചികിത്സിക്കാൻ വേണ്ടി രാജാവിൻ്റെ വക ഒരു നല്ല ഡോക്ടറെ മദീനത്തേക്ക് പറഞ്ഞയച്ചു. ആ രാജാവ് കൊടുത്തയച്ച ഡോക്ടർ മദീനത്ത് വന്നിട്ട് ഒരു വർഷം കഴിഞ്ഞു. ഒരു വർഷം കഴിഞ്ഞിട്ടും അയാൾക്ക് ചികിത്സിക്കാൻ ഒരൊറ്റ രോഗിയെ പോലും കിട്ടിയില്ല. അവസാനം ഡോക്ടർ പറഞ്ഞു, ഞാനിവിടെ ഒരു വർഷമായിട്ട് പണിയൊന്നും ഇല്ലാതിരിക്കുകയാണ്, അതുകൊണ്ട് ലെറ്റ് മീ ഗോ, ഞാൻ പോവുകയാണ്. അപ്പോൾ ആയിക്കോട്ടെ, നിങ്ങൾ പോയിക്കോളി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞു, ആയിക്കോട്ടെ ഞാൻ പോവുകയാണ്, പക്ഷെ നിങ്ങൾ ആ രഹസ്യം പറഞ്ഞു തരണം, എന്തുകൊണ്ടാണ് ഇവിടെ രോഗികളില്ലാത്തത്? അപ്പോൾ അവർ പറഞ്ഞു കൊടുത്തു, ഞങ്ങൾ വിശന്നാൽ മാത്രമേ ഭക്ഷണം കഴിക്കുള്ളൂ, 1. 2, ഞങ്ങൾ വയറ് നിറയുന്നതിൻ്റെ ഫൈദ അക്കൽന മാ ശബിഅന എന്ന് പറഞ്ഞാൽ വയറ് നിറയുന്നതിൻ്റെ മുമ്പേ ഞങ്ങൾ നിർത്തുന്നതുമാണ്. ആ 2 കാരണങ്ങൾ. അപ്പോൾ രാജാവ് പറഞ്ഞു, ദാറ്റ്സ് ഇറ്റ്, അതന്നെ അതിൻ്റെ കാരണം. അപ്പോൾ നമുക്കതിൽ നമ്മുടെ എല്ലാ കൾച്ചറിൽ എന്താണോ യഥാർത്ഥത്തിൽ നമ്മൾ ജീവിക്കേണ്ടത് അതിൻ്റെ എല്ലാ വിഷയത്തിൽ നിന്നും എല്ലാ തരത്തിലും അടർന്നു പോയ ഒരു കാലമാണ്. കാലത്തെ പറയണ്ട, മനുഷ്യന്മാരാണ് നമ്മളൊക്കെ, ഞാനും നിങ്ങൾ ഓരോരുത്തരും. ഇതിനൊന്നും ഒരു കണക്കൊന്നുമില്ല. ഞാൻ പറഞ്ഞു വന്നത്, ചെറിയ കുട്ടികൾ ആ പ്രായം മുതൽ തുടങ്ങുന്നുണ്ടതെല്ലാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഭക്ഷണ സംസ്കാരത്തിലും ഉറക്കിൻ്റെ കാര്യത്തിലും എല്ലാം വലിയ മാറ്റം വന്നു. ഇതൊക്കെ ഒന്നും മാറ്റി പിടിച്ചിട്ടില്ലെങ്കിൽ ഇതൊക്കെ പണി പാളുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഈ രോഗത്തിൻ്റെ കാരണത്തിൽ പറയുന്നത് തന്നെ, രോഗം ഞാൻ പറയാൻ കാരണമുണ്ട്. നിങ്ങൾ ഏത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഈ മലബാറിൻ്റെ മേഖലയിൽ, മലബാറിൽ മാത്രമല്ല, തിരുവനന്തപുരത്ത് നിങ്ങൾ പോയി നോക്കി, എല്ലായിടത്തും നമ്മളിങ്ങനെ ക്യൂ നിൽക്കുകയാണ്. ഞാനിപ്പോൾ എന്താ പറയുക, കഥ പറഞ്ഞത്, ഒരു രാജ്യം, ഒരു കിങ്ഡം, ഒരു രാജ്യത്ത് ഒരു വർഷത്തിനിടയിൽ ഒരൊറ്റ രോഗി പോലും ഇല്ലാതെ ആ ഡോക്ടർ അവിടെ നിന്ന് സ്ഥലം വിട്ടു എന്നാണ് പറഞ്ഞത്. നമ്മുടെ വീട്ടിൽ ഒരു റൂമിൽ രോഗികളില്ലാത്ത റൂം പോലും ഇല്ലാത്ത ഒരു രോഗികളായിട്ട് നമ്മൾ മാറിയിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതിൻ്റെ കാരണങ്ങളെല്ലാം കൂടി ഞാൻ ഇപ്പോൾ വിശദീകരിക്കല്ല. അതൊരു പ്രധാനപ്പെട്ട വിഷയമായതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചതാണ്. നമ്മുടെ ഭക്ഷണത്തിൻ്റെ കാര്യം തന്നെ. ഭക്ഷണം എപ്പോഴാണ് കഴിക്കുക, എങ്ങനെ കഴിക്കുക, എന്തിനാ കഴിക്കുക, ഒരു കണക്ക് നമുക്കില്ല. ശരിക്കും പറഞ്ഞാൽ 1-2 ചെറിയ ഉദാഹരണങ്ങൾ പറയാം. ഇത് മർമ്മപ്രധാനമായൊരു വിഷയമായതുകൊണ്ട്. ഇപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ വിശക്കാതെ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നാണ്. ഇപ്പം ചില ആൾക്കാർ പറയാറുണ്ട്, കറക്റ്റ് 1 മണിക്ക്, അങ്ങനല്ല ശരിക്കും അതിൻ്റെ സിസ്റ്റം. നമ്മുടെ ശരീരത്തിന് വിശന്നാൽ മാത്രമാണ് ഭക്ഷണം കഴിക്കേണ്ടത്, സമയം നോക്കിയിട്ട് ഭക്ഷണം കഴിക്കരുത് എന്നാണ്. കാരണം പല കാരണങ്ങളാലും ശരീരത്തിന് വിശപ്പുണ്ടാവില്ല. വിശപ്പ് വരാതെ ഭക്ഷണം കഴിച്ചാൽ, ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഭൂരിഭാഗം ആളുകളും ഭക്ഷണം കഴിക്കൂല, ഭക്ഷണം കഴിക്കാൻ കഴിയില്ല, അല്ല? അങ്ങനെ തന്നെ അല്ലേ? പിന്നെ അപൂർവം ചില ആൾക്കാരുണ്ട്, ടെൻഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ കോഴി ബിരിയാണി കഴിച്ചിട്ട് കിടന്നുറങ്ങുന്നത്. ഓരോടെ നിങ്ങൾക്ക് ഇജാത്ത് വാങ്ങണം, നല്ലതാണ്. എനിക്കത് കഴിയാറില്ല, നിങ്ങളത് ഇജാത്ത് തന്നോളി എന്ന് പറഞ്ഞിട്ട് അത് വാങ്ങുന്നത് നല്ലതെന്ന് തോന്നുന്നു. ബാക്കിയുള്ള ഭൂരിഭാഗം ആൾക്കാർ ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. അതിൻ്റെ കാരണം എന്താണ്? ആ സമയത്ത് നമുക്ക് ബോഡിക്ക് ഒരു CNS-ഉം ഒരു സെൻട്രൽ നെർവസ് സിസ്റ്റം, പിന്നെ ഒരു ഓട്ടോണമസ് നെർവസ് സിസ്റ്റം ANS-ഉം, അതിൻ്റെ ഭാഗമായിട്ടൊരു സിമ്പതറ്റിക്കും ഒരു പാരാസിമ്പതറ്റിക്കും ഒക്കെ ഉണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ടുള്ള സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ആക്റ്റീവ് ആവും ടെൻഷൻ വരുമ്പോൾ. അത് നമ്മുടെ ശരീരം ചില റിക്കവറിങ് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടാണ്. ഈ സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ആക്ടിവേഷൻ ആയി കഴിഞ്ഞാൽ ആ സമയത്ത് ശരീരത്തിൽ ഡൈജഷൻ പ്രോസസ്സ് സ്ലോ ആകും. ഡൈജഷൻ പ്രോസസ്സ് സ്ലോ ആകും. ഈ ഡൈജഷൻ പ്രോസസ്സ് സ്ലോ ആയി കഴിഞ്ഞാൽ ആ സമയത്ത് പുതിയൊരു ഭക്ഷണം വരുന്നത് ശരീരത്തിന് ഇഷ്ടമല്ല. കാരണം അപ്പോൾ ഇഷ്ടമല്ലാത്ത സമയത്ത് ശരീരത്തിന് വിശപ്പ് പോകും. ആ സമയത്ത് വീണ്ടും 2 മണി ആയി എന്ന് പറഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചാൽ ആ ഡൈജഷന് ഭയങ്കര ലോഡാവും. ശരീരത്തിൽ ഡൈജഷൻ നടക്കാതെ ഭക്ഷണം കെട്ടിക്കിടന്നാൽ അതുകൊണ്ട് ഒരുപാട് രോഗങ്ങൾ ഉണ്ടാവുകയും ചെയ്യും.